നമസ്കാരം. ഭൂമിയിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും വിവാഹം നടന്ന സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്നതും ഇവിടെയുള്ള ദർശന പുഷ്കരണിയിൽ നീരാടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അശ്വമേധയാഗം ചെയ്ത ഫലം ലഭിക്കുമെന്നും ഈ പ്രദേശത്ത് ഒറ്റ രാത്രി താമസിച്ചാൽ മോക്ഷം എന്ന് പ്രസിദ്ധിയുള്ള ഒരു ദിവ്യദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം തിരുക്കണ്ണമംഗെ ഭക്തവത്സല പെരുമാൾ കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ തിരുക്കണ്ണമംഗെ എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീമൻ മഹാവിഷ്ണു, ഭക്തവത്സല പെരുമാൾ, പത്തരാവി പെരുമാൾ, ബൃഹത് ബഹി സിന്ധു എന്നീ നാമങ്ങളിലും ദേവി മഹാലക്ഷ്മി, കണ്ണമംഗെ നായകി എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവാന്റെയും ദേവിയുടെയും ഉത്സവമൂർത്തികൾ പെരുമ്പുറക്കടൽ, അഭിഷേകവല്ലിത്തായാർ എന്നിവരാണ്. സകല സൗഭാഗ്യങ്ങളും ഭക്തർക്ക് അരുളുന്ന ക്ഷേത്രമാണിത്. വൈഷ്ണവരുടെ 108 ദിവ്യദേശങ്ങൾ അല്ലെങ്കിൽ 108 തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ 16ാമത്തേതാണ് തിരുക്കണ്ണമംഗെ ഭക്തവത്സല പെരുമാൾ കോവിൽ. പ്രശസ്ത വിഷ്ണു ഭക്തരായ 12 ആഴ്വാർകളിൽ ഒരാളായ തിരുമംഗെ ആഴ്വാർ ഈ ക്ഷേത്രത്തിലെ ഭഗവാന് വേണ്ടി 10 ബാസുരങ്ങൾ അവരുടെ കവിതാസമാഹാരമായ 4000 ദിവ്യപ്രബന്ധത്തിൽ പാടിയിരിക്കുന്നു. 4000 ദിവ്യപ്രബന്ധത്തെ ഇണക്കിച്ചേർത്ത നാദമുനിക്ക് തിരുമംഗെ ആണ്ടാൻ എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. ഇവിടുത്തെ പെരുമാളുടെ തീവ്രഭക്തനായ അദ്ദേഹം ഈ കോവിലിൽ ഭഗവത് സേവ ചെയ്തുകൊണ്ട് കഴിഞ്ഞുവന്നു. ഒരു നാൾ അദ്ദേഹം വേദപാരായണം ചെയ്തുകൊണ്ടേ മൂലസ്ഥാനത്തിൽ പോയി ഭഗവാനിൽ ഐക്യമായി. ആണിമാസം തിരുവോണം അദ്ദേഹത്തിന്റെ മഹാനക്ഷത്രമായി ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ പ്രദേശം അറിയപ്പെടുന്നതും. ഒരു പുണ്യസ്ഥലത്തിന് അത്യാവശ്യമായ വിമാനം, ആരണ്യം, മണ്ഡപം, തീർത്ഥം, ക്ഷേത്രം, നദി, നഗരം എന്നിങ്ങനെ 7 ലക്ഷണങ്ങളോടും കൂടി ഈ സ്ഥലം വിളങ്ങുന്നതിനാൽ ഈ ക്ഷേത്രത്തിന് സപ്തപുണ്യക്ഷേത്രം, സപ്താമൃത ക്ഷേത്രം എന്നും നാമമുണ്ട്. ഇവിടെ ഒറ്റരാത്രി താമസിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാലേ മോക്ഷപ്രാപ്തി എന്നതാണ് വിശ്വാസം. പുരാണ കഥ പ്രകാരം ഭഗവാൻ മഹാവിഷ്ണു വാമനാവതാരം എടുത്ത് മഹാബലി ചക്രവർത്തിയുടെ അടുത്ത് വന്ന് 3 അടി മണ്ണ് ദാനമായി ചോദിച്ചു. ഭഗവാൻ ഉലകളന്ത പെരുമാളായി വാനത്തെ അളന്നപ്പോൾ മേലോട്ടുയർത്തിയ കാൽ ബ്രഹ്മദേവൻ തന്റെ കമണ്ഡലൂരിലെ ജലത്താൽ അഭിഷേകം ചെയ്തു. ഭഗവാന്റെ പാദകമലത്തിൽ നിന്നും ഒരു തുള്ളി തീർത്ഥം ഭൂമിയിൽ വീണതാണ് ക്ഷേത്രകുളമായ ദർശന പുഷ്കരണി. ദർശിക്കുന്ന മാത്രയിലെ നന്മകൾ ഏർപ്പെടുന്ന തീർത്ഥമാണിത്. ചന്ദ്രദേവൻ ഏർപ്പെട്ട ശാപം ദർശന പുഷ്കരണി ദർശിച്ച മാത്രയിലെ നീങ്ങി എന്നാണ് ഐതിഹ്യം. വിഷ്ണുപാദ ഗംഗ എന്നൊരു നാമവും ഈ തീർത്ഥത്തിനുണ്ട്. ശ്രീമൻ നാരായണൻ ത്രിവിക്രമ പെരുമാളായി ഉലകം അളന്നപ്പോൾ ഭഗവാന്റെ പാദത്തിൽ നിന്ന് വന്ന വിഷ്ണുപതി എന്ന ഗംഗാതീർത്ഥം ഭഗവാന്റെ പെരുവിരൽ താഴ്ന്ന ഭാഗത്ത് തങ്ങി നിറഞ്ഞതാണ് ദർശന പുഷ്കരണിയായി മാറിയത് എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്. ഈ തീർത്ഥം ഗംഗയേക്കാൾ ഉന്നതം. ഗംഗ, യമുന, നർമ്മദ, സിന്ധു, കാവേരി, കൃഷ്ണവേണി, തുംഗഭദ്ര, സരസ്വതി, വേഗവതി, സരയു, താമിരഭരണി എന്നിങ്ങനെ 18 നദികൾ ഈ തീർത്ഥത്തിൽ സംഗമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദർശന പുഷ്കരണിയുടെ 4 ദിശകളിലായി ബ്രഹ്മാവ്, പരമശിവൻ, വിനായകർ, മുരുകൻ എന്നിവരും 8 ദിശകളിലും മധ്യത്തിലുമായി ദേവേന്ദ്രനടക്കം ക്ഷേത്രപാലകരും കാവൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. വസിഷ്ഠർ, വാമദേവർ, കശ്യപർ, പരാശരർ എന്നിങ്ങനെയുള്ള ഋഷിമാർ ദിശതോറും നിന്ന് തീർത്ഥസേവ ചെയ്യുന്നതായി പുരാണം ഉദ്ഘോഷിക്കുന്നു. പഞ്ചകൃഷ്ണ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ കൃഷ്ണാരണ്യ ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രവും ഒന്ന്. പഞ്ചകൃഷ്ണാരണ്യ ക്ഷേത്രങ്ങൾ ഇവയാണ്: തിരുക്കണ്ണപുരം, തിരുക്കണ്ണമംഗെ, തിരുക്കണ്ണംകുടി, കപിസ്ഥലം, തിരുക്കോവലൂർ. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴിമതനം നടത്തിയപ്പോൾ ഐരാവതം, കർപ്പകവൃക്ഷം, കാമധേനു, പാരിജാതം എന്നിങ്ങനെ പല ദിവ്യവസ്തുക്കളും ഉയർന്നു വന്നു. അവയെല്ലാം മറ്റു ദേവന്മാർക്കായി വീതിച്ചു കൊടുത്ത ശ്രീമൻ മഹാവിഷ്ണു പാൽക്കടലിൽ നിന്നും ഉയർന്നു വന്ന മഹാലക്ഷ്മിയുടെ ദിവ്യമായ സൗന്ദര്യത്തിൽ മയങ്ങി ദേവിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ദേവിയും ഭഗവാനെ വരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും 33 കോടി ദേവതകൾക്കിടയിൽ നിൽക്കുന്ന ശ്രീമൻ മഹാവിഷ്ണുവിനെ കണ്ട് നാണത്തോടെ കടാക്ഷിച്ച് ഭഗവാനെ വിവാഹം ചെയ്യാൻ തപസ്സനുഷ്ഠിക്കുന്നതിന് ഏകാന്തതയുള്ള തിരുക്കണ്ണമംഗെ തിരഞ്ഞെടുത്ത് ദർശന പുഷ്കരണിക്കരികിൽ വന്ന് തപസ്സനുഷ്ഠിച്ചു. മഹാലക്ഷ്മി ഇവിടെ തപം ചെയ്ത കാരണത്താൽ ഇവിടം ലക്ഷ്മി വനം, ലക്ഷ്മി ക്ഷേത്രം എന്നെല്ലാം അറിയപ്പെട്ടു. ഭഗവാൻ ഉത്പലാവതകം എന്ന വിമാനത്തിൽ കയറി ദർശന പുഷ്കരണിക്കരികിലേക്ക് വന്നു. ആ സമയം മധു, കൈഡബർ എന്ന 2 അസുരന്മാർ ബ്രഹ്മദേവന്റെ സൃഷ്ടിക്കാധാരമായ വേദങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് കടലിനുള്ളിൽ മറിഞ്ഞിരുന്നു. സഹായത്തിന് ശ്രീമൻ നാരായണനെ കാണാൻ ബ്രഹ്മാവ് പാൽക്കടലിനുള്ളിലെത്തി. അവിടെയുള്ള കൊട്ടാരത്തിലെ കാവൽക്കാരനായ സനന്ദൻ ബ്രഹ്മാവിനോട് ഭഗവാൻ പാൽക്കടലിലില്ല, ലക്ഷ്മി ദേവി തപസ് ചെയ്യുന്ന ദർശന പുഷ്കരണിയുടെ പടിഞ്ഞാറ് കരയിലുണ്ട് എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പാൽക്കടലിന്റെ വടക്കു ഭാഗത്ത് ശ്രീമൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് തപസ്സിലേർപ്പെട്ടു. ഭഗവാൻ ആവി പോലെ അല്ലെങ്കിൽ വായുവേഗത്തിലെത്തി അസുരന്മാരെ വധിച്ച് ബ്രഹ്മദേവന് വേദങ്ങൾ വീണ്ടെടുത്തു കൊടുത്തു. ഈ ഐതിഹ്യപ്രകാരവും ഭക്തന്മാർക്കായി ഇവിടെയുള്ള പെരുമാൾ ആവി പോലെ വേഗമായി വന്ന് അരുൾ പാലിക്കുന്നതിനാലും ഭഗവാന് പത്തരാവി പെരുമാൾ എന്ന നാമം വന്നു. പിന്നീട് തന്നെ വണങ്ങി നിന്ന ബ്രഹ്മദേവനോട് പെരുമാൾ ഇപ്രകാരം പറഞ്ഞു: ലക്ഷ്മി വനം മഹാപുണ്യസ്ഥലം. നമ്മുടെ ശ്രീപാദ തീർത്ഥമാണ് ദർശന പുഷ്കരണി. ലക്ഷ്മി ദേവിയോടൊപ്പം നാം അവിടെ നിത്യവാസം ചെയ്യുകയാണ്.
ആ പുഷ്കരണിക്കരയിൽ നാം ദേവിക്ക് ദർശനം കൊടുക്കുന്നതാകിയാൽ ആ തീർത്ഥം ദർശന പുഷ്കരണി എന്നറിയപ്പെടും. ദർശന പുഷ്കരണി സർവ്വപാപഹരം. പാൽക്കടലിൽ നിന്നും ഭഗവാൻ പിന്നീട് ദർശന പുഷ്കരണിയുടെ മേൽഭാഗത്ത് വന്നു നിന്നുകൊണ്ട് കീഴ്ദിശയിൽ തപസ് ചെയ്യുന്ന ലക്ഷ്മി ദേവിയെ നോക്കി. ഭഗവാൻ ഒരു താളിയോലയെടുത്ത് നാം പടിഞ്ഞാറ് കരയിൽ നിൽക്കുന്നുണ്ടെന്ന് എഴുതി വിശ്വക്സേനന്റെ കയ്യിൽ കൊടുത്ത് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് അയച്ചു. അതിനാൽ തന്നെ പതിവിൽ നിന്ന് വിപരീതമായി 4 കൈകൾക്ക് പകരം 2 കൈകളോടെയാണ് ക്ഷേത്രത്തിൽ വിശ്വക്സേനന്റെ പ്രതിഷ്ഠ. ദേവിയുടെ അടുത്തേക്ക് ദൂത് പോയതുകൊണ്ടാണ് ഇങ്ങനെ എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഇംഗിതം മനസ്സിലാക്കിയ മഹാലക്ഷ്മി തോഴികളോടൊപ്പം വന്ന് ഭഗവാനെ വണങ്ങി. പിന്നീട് ബ്രഹ്മാവ്, ശിവപാർവതിമാർ, ദേവലോകവാസികൾ, ഋഷികൾ, ഗന്ധർവന്മാർ, കിന്നരർ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഭഗവാൻ മഹാലക്ഷ്മിയെ ദർശന പുഷ്കരണി തീർത്ഥത്താൽ അഭിഷേകം ചെയ്ത് തന്റെ പട്ടമഹിഷിയാക്കി അഭിഷേകവല്ലി എന്ന നാമം ചാർത്തി എന്നാണ് കഥ. വേറൊരു കഥ പ്രകാരം ഭൃഗുമഹർഷിയുടെ പുത്രിയായി കൃഷ്ണമംഗ എന്ന നാമത്തിൽ അവതരിച്ച മഹാലക്ഷ്മിയെ കാണാൻ ദേവാദിദേവന്മാർ എത്തി. ഐരാവതം തങ്കക്കുടത്തിൽ നീർ കൊണ്ടുവന്ന് ദേവിക്ക് അഭിഷേകം നടത്തിയതിനാൽ ദേവി അഭിഷേകവല്ലിയായി എന്നും പറയപ്പെടുന്നു. ബ്രഹ്മദേവൻ 4 വേദങ്ങളെ തൂണാക്കി നിർത്തിയ ദേവീ സന്നിധിക്ക് മുന്നിലുള്ള ശ്രീമണ്ഡപത്തിൽ വെച്ചാണ് ഭഗവാൻ ദേവിയെ വിവാഹം ചെയ്തതെന്നാണ് പുരാണങ്ങൾ. പാൽക്കടൽ വിട്ടു പുറത്തു വന്ന് തിരുമാൽ തിരുമകളുടെ കരം പിടിച്ചതിനാൽ ഭഗവാന്റെ നാമം പെരുംപുറക്കടൽ പെരുമാൾ എന്നും ഭഗവാന്റെയും ദേവിയുടെയും വിവാഹം നടന്ന സ്ഥലമായതിനാൽ ഇവിടം കൃഷ്ണമംഗള ക്ഷേത്രം എന്നും അറിയപ്പെട്ടു. വിവാഹം കാണാനെത്തിയ 33 ദേവതകളും തേനീച്ചകളായി രൂപം മാറി ഇവിടെ ഭഗവാനെ പൂജിച്ചുകൊണ്ട് വസിക്കുന്നു എന്നാണ് ഐതിഹ്യം. തായാർ സന്നിധിക്ക് വലതുഭാഗത്തുള്ള വലിയൊരു തേൻകൂട് എത്ര കാലമായി അവിടെയുണ്ടെന്നത് ആർക്കും അറിഞ്ഞുകൂടാ. ഈ തേനീച്ചകൾ ഇതുവരെ ഭക്തന്മാർക്ക് ശല്യമുണ്ടാക്കിയിട്ടില്ല എന്നതാണ് അതിശയം. ഈ ക്ഷേത്രത്തെപ്പറ്റി പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലും ബ്രഹ്മാണ്ഡപുരാണത്തിലും കുറിപ്പുണ്ട്. 5 നില രാജഗോപുരത്തോടെയും 4 പ്രകാരങ്ങളോടെയും പല മണ്ഡപങ്ങളോടെയും കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന തിരുക്കണ്ണമംഗെ ഭക്തവത്സര പെരുമാൾ ക്ഷേത്രം കിപി 1208 വിജയ രഘുനാഥ നായ്ക്കർ പുനർനിർമ്മാണം ചെയ്തിരിക്കാമെന്നാണ് അനുമാനം. ഈ ക്ഷേത്രത്തിലെ പക്ഷിരാജൻ ഗരുഡാഴ്വാർ ശംഖചക്രത്തോടെ കൂപ്പുകൈകളോടെ ഭഗവാന്റെ അംശമായാണ് ദർശനം തരുന്നത്. വരപ്രസാദിയായ ഗരുഡനെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹസിദ്ധി ശീഘ്രമെന്നാണ് വിശ്വാസം. 9 ഗജം കളങ്ങളുള്ള വേഷ്ടി മാത്രമാണ് ഇവിടെ അണിയിക്കുന്നത്. വ്യാഴം ഞായർ ദിവസങ്ങളിൽ പക്ഷിരാജന് വിളക്ക് തെളിയിച്ച് 12 പ്രദക്ഷിണം വെച്ചാൽ ഉദ്ദിഷ്ടകാര്യം നിറവേറും എന്നതാണ് ഭക്തജനഭാഷ്യം. ക്ഷേത്രത്തിലെ ആദ്യ ഗോപുരം മൊട്ടേഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ബലിപീഠം, ധ്വജസ്തംഭം, ഇടതുഭാഗം 12 ആഴ്വാർ സന്നിധി, വലതുഭാഗം മണവാള മാമുനികൾ സന്നിധി. ആദ്യപ്രകാരമായ ചെമ്പകപ്രകാരത്തിൽ നന്ദവനം, സ്ഥലവൃക്ഷം, തിരുക്കണ്ണമംഗയാണ്ടാൻ പ്രതിഷ്ഠ. പെരുമാൾ സന്നിധിക്കെതിരിൽ ഗരുഡാഴ്വാർ പക്ഷിരാജൻ സന്നിധി. തെക്ക് പ്രകാരത്തിൽ മടപ്പള്ളിയും മടപ്പള്ളി നാച്ചിയാരും. 2ാം പ്രകാരത്തിലാണ് ആണ്ടാൾ സന്നിധി. പ്രധാന സന്നിധിയിൽ ഉത്പല വിമാനത്തിന് കീഴെ ഭഗവാൻ മഹാവിഷ്ണു ഏകദേശം 16 അടി ഉയരത്തിൽ ശംഖുചക്രം കൈകളിലേന്തി ഭക്തവത്സര പെരുമാൾ എന്ന നാമത്തോടെ ഭൂദേവി ശ്രീദേവി സമേതനായി കിഴക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. പ്രത്യക്ഷം വരുണനും മാർക്കണ്ഡേയരും. വിവാഹത്തിന് വന്ന ദേവന്മാരുടെ ശില്പങ്ങൾ ഗർഭഗൃഹത്തിന്റെ 4 ചുവരുകളിലുണ്ട്. വിവാഹ തടസ്സം, സന്താന തടസ്സം, ഉദ്യോഗ തടസ്സം മാറാൻ ഭക്തർ ഈ പെരുമാളെ പ്രാർത്ഥിക്കുന്നു. ശ്രീദേവി തായാർ, കണ്ണമംഗെ, അഭിഷേകവല്ലി എന്നീ നാമങ്ങളിൽ പ്രത്യേകം സന്നിധിയിൽ ഇരിക്കുന്ന രൂപത്തിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. മഹാമണ്ഡപം, അർദ്ധമണ്ഡപം എന്നിവയെല്ലാം കടന്നാണ് ദേവിയുടെ ഗർഭഗൃഹം. സന്നിധിക്കടുത്തുള്ള തേൻകൂട് തിരശീല കൊണ്ട് മറച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗത്താണ് വൈകുണ്ഠ ഏകാദശിക്ക് ഭഗവാൻ എഴുന്നള്ളുന്ന സ്വർഗവാതിൽ. കിഴക്ക് വശത്ത് ഭഗവാന്റെ പാദങ്ങളുമുണ്ട്. അടുത്ത പ്രകാരത്തിലാണ് ദേശികർ, നവനീത കൃഷ്ണൻ, കോദണ്ഡരാമർ, ലക്ഷ്മി നരസിംഹർ, ഹനുമാൻ സന്നിധികളും യാഗശാലയും. ക്ഷേത്രവൃക്ഷം മകിഴമരം. ക്ഷേത്രതീർത്ഥം ദർശന പുഷ്കരണി. വൈകാനസ ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ചിത്തിര 10 നാൾ ബ്രഹ്മോത്സവം, കൃഷ്ണജയന്തി, പുരട്ടാസി ശനി, നവരാത്രി, ആടിപ്പൂരം, വൈകുണ്ഠ ഏകാദശി, വിജയദശമി, ചിത്ര പൗർണമി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാസമയം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവാരൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 8 കിലോമീറ്റർ, കുംഭകോണത്ത് നിന്ന് 34 കിലോമീറ്റർ, തഞ്ചാവൂരിൽ നിന്ന് 54 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവാരൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.